വരുന്ന വഴിക്ക് നല്ല സൂപ്പർ ഗിരിരാജൻ കോഴികൾ. അപ്പൊ തുറക്കാൻ പോവാണ് കേട്ടോ. ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയോ? എണീറ്റേ. ഈ ഒരു കുഞ്ഞിന് ഇപ്പൊ എന്നാ വിലയുണ്ട്? 1,20,000 രൂപ വിലയുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്യട്ടെ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷ് മെമ്മറീസ്. അപ്പോൾ ജിനോചാച്ചനുണ്ട് കൂട്ടത്തിൽ. നമ്മളിന്ന് മേടിച്ച സാധനം എന്നാ ഇവരോട് പറയണോ? പറയുന്നതിനേക്കാളും നല്ല കാണുന്നതായിരിക്കും. ഇത് കണ്ടോ, അതിന്റെ കൂടാണ് കേട്ടോ. ഗൈസ്, നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഞാൻ ഈ ഒരു കാര്യത്തിൽ പൈസ മാത്രം നോക്കിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 22,000 ആൾക്കാർ കമന്റ് ചെയ്തു ഇതിനെ മേടിക്കണം. അപ്പോൾ നമ്മൾ അതിനെ മേടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ പുറകെ ഇരിപ്പുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം. മമ്മിക്കും പപ്പയ്ക്കും അറിയത്തില്ല. അന്നേരം എല്ലാവർക്കും കാണാം. അത് തന്നെ, മമ്മിക്കും പപ്പയ്ക്കും അറിയത്തില്ല. മമ്മിയോട് പപ്പയോട് ഞാൻ പറഞ്ഞത് ബൈക്കിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട്, നമ്മുടെ ഫിഷ് മെമ്മറീസിന്റെ ലോഗോ ബൈക്കിൽ ഒട്ടിക്കാനായിട്ട് അത് മേടിക്കാൻ വേണ്ടി പോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വീട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. സാധനം പുറകെ ഇരിപ്പുണ്ട്. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞപ്പനൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, ഞാൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ബിനാമോ എന്ന് പറയുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇത് ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഈ ഒരു ഗ്രാഫ് നിങ്ങൾ കണ്ടല്ലോ. ഈ ഗ്രാഫ് മേളിലേക്ക് പോവോ താഴേക്ക് പോവോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റിന്റെ 86% നമ്മൾ ഏൺ ചെയ്യും. പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതൊക്കെ സേഫ് ആണോ ഇതിന്റെ ബാക്കി പരിപാടികളൊക്കെ? ഇത് ആപ്ലിക്കേഷൻ വളരെ സേഫ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. പിൻ ചെയ്ത പൈസയുടെ 86% ഞാൻ ഏൺ ചെയ്തതാണ്. ഈ ഒരു പ്രോഫിറ്റ് നമുക്ക് എൻ്റെ പേടിഎം വാലറ്റിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 24 മണിക്കൂറിനകം വിഡ്രോ ചെയ്യാൻ പറ്റും. ഈ ആപ്ലിക്കേഷനകത്ത് മിനിമം ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് 350 രൂപയാണ്. നിങ്ങൾ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എത്ര ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതിന് ഡബിൾ കയറും. അതായത് 350 രൂപ ഇടുവാണെങ്കിൽ 700 രൂപ ക്രെഡിറ്റ് ആവും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴേക്കും 65,000 രൂപ ഡെമോ ക്യാഷ് നമുക്ക് കിട്ടും. ഡെമോ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ 65,000 രൂപ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചതിന് ശേഷം നമുക്ക് റിയൽ ക്യാഷ് വെച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി കേട്ടോ. പുറത്തിറങ്ങി എത്താനായിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ. ആരും പ്ലാന്റ് ഒന്നുമില്ല. ഇപ്പോൾ ഡ്രസ്സൊക്കെ ചിലപ്പോൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ആയിരിക്കും. മമ്മിയെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി. അല്ല, കഴിഞ്ഞ ദിവസം പപ്പ പറഞ്ഞില്ലായിരുന്നു കോഴിനെ മേടിക്കണം. വരുന്ന വഴിക്ക് നല്ല സൂപ്പർ ഗിരിരാജൻ കോഴികൾ. ഒന്നും നോക്കിയില്ല, 4 മേടിച്ചു. എന്നാ ഗസ് ചെയ്യുന്നവർക്ക് ബാബാ കുഞ്ഞപ്പ വന്നേ. നല്ല അടിപൊളി നാടൻ ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. വിശ്വാസമില്ലേ? ആർക്കും വിശ്വാസമില്ലേ? എന്നാ ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും ഐഡിയ കിട്ടുന്നില്ല. പശിയല്ല, പോത്തനാണോ? ചേച്ചി ഡാൻസ് കഴിഞ്ഞു. എനിക്കറിയില്ല. അണ്ണാ എനിക്കറിയത്തില്ല. പക്ഷെ ഇതല്ല, ഇപ്പൊ കോഴിയല്ല ഈ പ്രാവ്. പ്രാവ് എനിക്ക് കോഴിയല്ല പ്രാവ്. പോത്തൻ. ഞാൻ ചിലപ്പോ പപ്പ പറഞ്ഞാലും പ്രാവായിരിക്കും. ലവ് ബേർഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരിതിനെ. കോഴിക്കൊരു വിലയില്ലേ നാട്ടിലെ കോഴിക്ക്? മമ്മി ചോദിക്കുന്നത് വെച്ചൂർ പശു ആണെന്ന് കേട്ടോ. വെച്ചൂർ കോഴിയല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് തുറന്ന് കാണിച്ചാലോ? ബാ. അപ്പൊ തുറക്കാൻ പോവാണ് കേട്ടോ. ഒരു മിനിറ്റ്, ആരും അടുത്ത് വരരുത്. അയ്യോ, ആരും അടുത്ത് വരരുത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ സാധനത്തിന് മേടിച്ചിട്ടുണ്ട്. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ സാധനത്തിന് മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ കവറിനകത്ത് ഇരിപ്പുണ്ട്. സാധനം കണ്ടല്ലോ അല്ലേ? സൈലന്റ് ആയിട്ടായിരിക്കുന്നേ. അപ്പൊ ഇഗ്വാനായിരിക്കും. മറ്റേ സ്ക്വിറൽ ആണോ? സൈലന്റ് ആണോ? അവൻ ഒട്ടും സൈലന്റ് അല്ല. നശിപ്പിച്ചു. നീ നോക്കിയോ? നിങ്ങൾ സസ്പെൻസ് പൊളിച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇതിനെ പൊട്ടിക്കുന്നതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോയി കണ്ടിട്ടോ എന്താണ് മേടിച്ചതെന്ന്. നമ്മളിപ്പോൾ കടയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാ സാധനത്തിനാണ് മേടിക്കുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പ് അതിന് പൊതിയാനായിട്ട് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് റാപ്പേഴ്സ് മേടിക്കണം. കാര്യം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൺ കാണത്തില്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഗിഫ്റ്റ് റാപ്പേഴ്സ് മേടിക്കാൻ വേണ്ടി നിർത്താം. ഇവിടെ കാണുക വെച്ചാൽ നമ്മൾ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ആ പാട് ഇതിനകത്ത് എത്ര രൂപ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് മതിയായിരിക്കും അല്ലേ? 40 രൂപ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ഇത് കിട്ടിയെന്ന് തോന്നുന്നു. ജിനോശൻ വരുന്നുണ്ട്. അടിപൊളി സാധനം കിട്ടിയോ? അടിപൊളി. 5 ഉണ്ടായിരുന്നു. നമുക്ക് 5 മതിയായിരിക്കും അല്ലേ ഗൈസ്? അങ്ങനെ ഈ സൈസ് നമ്മൾ 5 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ സെറ്റ്. നമ്മളിത് പാക്ക് ചെയ്യാൻ റാപ്പേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും നമ്മൾ എന്നെ മേടിക്കാൻ പോകുന്നത്. പിടിച്ച് സോറി കേട്ടോ, തമ്മനയിൽ കണ്ടു. നിങ്ങൾ തമ്മനയിൽ കണ്ട കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കടയിലേക്ക് പോവാണ്. വണ്ടി നമ്മൾ നേരെ ഫ്രണ്ടിൽ. നമുക്ക് പാർക്കിംഗ് ഇതുവരെ കിട്ടാറുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്ക്. ഇന്നൊരു പണി കാണിച്ചു. എനിക്ക് പാൻറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ മുണ്ടാണ് കേട്ടോ. നമ്മൾ നേരെ അകത്തേക്ക് കയറുവാണ്. സാധനം അവിടെ റെഡി ആയിരിക്കും നമുക്ക് വിചാരിക്കാം കേട്ടോ. ഞാൻ ഒരു സാധനത്തിനെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിത് ഇതുവരെ കടയിൽ വന്നിട്ട് നമുക്ക് ഇതുവരെ നൈറ്റ് കാണാൻ പറ്റിയിട്ടില്ല. 50 ദിവസമല്ലേ? അടിപൊളി. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവ് എന്നാണ് കേട്ടോ. ഇവൻ 50 ദിവസം പ്രായമുള്ളൂ. പുള്ളിയുടെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ഇച്ചിരി തീറ്റയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് അയച്ചോടാ കരയെന്ന് നോക്കിയേ. ഇപ്പോൾ വെച്ചൊരു കുഴപ്പമില്ല. പുള്ളിക്ക് മസാജ് ഒക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. അതെ, ഇതുണ്ടോ? അടിപൊളി. ഭയങ്കര ഇഷ്ടമല്ലേ? അത് ഉറങ്ങിപ്പോയി കേട്ടോ. എനിക്ക് വന്ന് പെട്ടെന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. അയച്ചോടാ, ഉറങ്ങിയോ? പുള്ളി ഉറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. ഇതൊക്കെ ആക്ച്വലി നമ്മുടെ തൊമ്മനും ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് ഇങ്ങനെ മസാജ് ചെയ്യുന്നത്.
അത് ഈ ഒരു കഴുത്തിൻ്റെ താഴേക്ക് ആണെങ്കിൽ ഇവന്മാർക്ക് ഭയങ്കര ഇഷ്ടം. ഇവന്മാരുടെ ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ? എടാ എണീക്കടാ. ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയോ? എണീറ്റേ പുള്ളി ഉറങ്ങിപ്പോയി കേട്ടോ. കണ്ണ് തുറന്നു. മസാജ് നിർത്തിയപ്പോഴേക്കും പുള്ളി കണ്ണ് തുറന്നു. ഇല്ല ഇനി മസാജ് ഇല്ല. ഇനി മസാജ് വേണോ? വേറെ എനിക്ക് തോന്നുന്ന ആൾക്കാരിനെ മേടിക്കാൻ പറയുന്ന അടുത്ത സാധനം ഇതായിരിക്കും. രൂപാങ്കോട്ട് മക്കാവെന്നാ പറയുന്നത്. ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 100 വർഷം വരെ. 100 വർഷം. അതായത് നമ്മളൊരു ബേർഡിനെ വളർത്താൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ആയുസിനെക്കാളും കൂടുതൽ ഈ സാധനം ആയുസുണ്ട്. ഇത് ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക അങ്ങനെയുള്ള ഏരിയയിലാണ്. ഇതിന് ഇപ്പൊ നമ്മൾ ഇവിടെ നാട്ടിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചാണോ? നമ്മൾ നാട്ടിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചാണോ? പിന്നെ ഇവിടുത്തെ ബ്രീഡ് തന്നെ. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവന്മാർക്ക് ഇപ്പം അഡോപ്റ്റഡ് ആയിരിക്കും. ക്ലൈമറ്റിലെല്ലാം അത് ഓക്കെ ആയിരിക്കും. അപ്പൊ മേടിച്ചാലും റിസ്ക് ഒന്നുമില്ല. അടിപൊളി. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇനിയിപ്പോൾ ആൾക്കാർ കമന്റ് ചെയ്യാൻ പോകുന്നതിന് അടി മൊത്തം ഇതിനെ മേടിക്കാൻ കൂടുതൽ അവൈലബിൾ ആണ് ഡിസംബറിലായിരിക്കും ബ്രീഡിങ്ങിന്റെ കുഞ്ഞുങ്ങൾ വളർന്നു. ഈ ഗ്രേ പാരറ്റ് മക്കാവ് ഒക്കെ കൂടുതൽ ഇറങ്ങുന്ന ഡിസംബർ. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇതിനെ മേടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കുഞ്ഞിന് ഇപ്പൊ എന്നാ വിലയുണ്ട്? 120 വിലയുണ്ട്. 1,20,000 രൂപ വിലയുണ്ട് കേട്ടോ. ഇത്രയും വില വരാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും നേരത്തെ ഈ ലോക്ക്ഡൌണിന് മുമ്പിൽ ഇത്രയും വില ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർ കൂടി, ഡിമാൻഡ് കൂടി. ശരിക്കും ആൾക്കാരുടെ എണ്ണം കൂടി. ഇതിപ്പോ എല്ലാരും ഇപ്പൊ ഇതിലോട്ട് ഇറങ്ങിയല്ലോ. ഇപ്പൊ എല്ലാവർക്കും മക്കാവ് വേണം, ഗ്രേ പാരറ്റ് വേണം, തൊമ്മന വേണം, അങ്ങനെയാണല്ലോ. തൊമ്മന്റെ ബ്രീഡ് നമ്മൾ മാറ്റി കേട്ടോ. ഇപ്പൊ ആൾക്കാർ പൈനാപ്പിൾ ഒന്നും പറയുന്നേ ഇല്ല. തൊമ്മന ഒരു 3 തൊമ്മന തരാവോ, 2 തൊമ്മന തരാവെന്നാ ചോദിക്കും. ഓക്കെ, എന്തായാലും തൊമ്മൻ അങ്ങനെ ഫേമസ് ആയി. ഭയങ്കര ഇപ്പൊ ഇണക്കത്തിലെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതിന് കുറച്ചുകൂടി ബുദ്ധിയുണ്ട്. കുറച്ചുകൂടി 4 വയസ്സ് ബുദ്ധി കൂടുതലുണ്ട് അല്ലേ? ഇവന്റെ വലിപ്പം നോക്കിയാൽ അയ്യോ എന്താ പൊന്നെ. ഇതിപ്പം ഫുൾ ഫെദർ ഒക്കെ ആയി വരണമെങ്കിൽ എത്ര ദിവസം എടുക്കും ചേട്ടാ? 100 ദിവസം കൊണ്ട് ഇവൻ ഫുൾ ഫെദർ ഒക്കെ വന്ന് പറക്കാൻ തുടങ്ങും അല്ലേ? ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡോമിനിക്കാൻ തോന്നും കേട്ടോ. ഇതുണ്ടോ? കാരണം ഇതിന്റെ ഒരു വലുപ്പവും അതുപോലെ ഇതുണ്ടോ. ഇവൻ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഉറങ്ങി വീഴുവാണ്. എന്താടാ ഉറങ്ങുന്നേ? എടാ എണീക്കടാ. പുള്ളി ഇതൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യുവാണ് കേട്ടോ. എടുത്ത് വിരൽ വെച്ചാൽ പോലും അവൻ കടിക്കത്തില്ല. അത്രയും ടേംഡാണ്. ശരിക്കും പറഞ്ഞാൽ ഇവൻ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരലോ അല്ലെങ്കിൽ കയ്യോ മുറിക്കാൻ മാത്രം പവറുണ്ട് ഇവരുടെ ബീക്കിന്. ഇവൻ കടിക്കത്തൊന്നുമില്ല. ഇവിടെ ഒരു നല്ല ഗ്രീൻ കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നാ നോക്കുന്ന മസാജാണോ? ഒന്നുകൂടെ മസാജ് ചെയ്യാം കേട്ടോ. അയ്യോ പുള്ളിക്ക് മസാജ് അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതുണ്ട് മസാജ് ചെയ്യുമ്പോഴേക്കും അവൻ തോല് പൊക്കിക്കൊണ്ട് വരുന്ന നോക്കി. അയ്യോ ഉറങ്ങിയോ? പിന്നെ ഉറങ്ങിയോ? പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എടാ നിന്നെ മസാജ് ചെയ്തുകൊണ്ടിരുന്ന എനിക്കിവിടെ വന്ന കാര്യം നടക്കത്തില്ല. എല്ലാവരും ഇപ്പോൾ വിചാരിക്കും നമ്മൾ ഇതിനെ മേടിക്കാൻ വേണ്ടി വന്നതെന്ന്. നമ്മളിങ്ങനെ സാധനം നമ്മൾ ഇതൊരു വീഡിയോ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അത് നമുക്ക് വഴിയെ ആലോചിക്കാം കേട്ടോ. വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ വീഡിയോയിൽ ആദ്യം കാണിക്കുന്ന സാധനങ്ങൾ അടുത്ത ഒരു മാസത്തിനകം സാധാരണ എല്ലാത്തിനും മേടിച്ചിട്ടുണ്ട്. അതാണ് ട്രെൻഡ്. പക്ഷേ ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 1,20,000 രൂപയാണ്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതനുസരിച്ച് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാം. പിന്നെ ഉറപ്പല്ലേ? കാരണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ കൺസിഡർ ചെയ്യാം. ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവൻ ഇരിക്കുന്നുണ്ടോ? ഇവനിപ്പോൾ ചിറക് കുത്തിയായിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ കുഞ്ഞിനായതുകൊണ്ട് തന്നെ ഇവർക്ക് ബോഡി വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇവരുടെ കാലയിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അത്യാവശ്യം വളർന്നു കഴിയുമ്പോഴേക്കും ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പറക്കാനൊക്കെ ഉള്ള സമയമാകുമ്പോഴേക്കും ഇവർ ബോഡി വെയിറ്റ് കുറയ്ക്കും. അധികം ഫുഡൊന്നും കഴിക്കത്തില്ല. ഫാറ്റ് കുറച്ചിട്ട് പറക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ പറക്കാൻ പറ്റത്തില്ല. ഈ ഒരു സ്റ്റൈൽ ഒരിക്കലും പറക്കാൻ പറ്റത്തില്ല. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇതിനെ കാണുന്നത്. എന്നിട്ട് പെറ്റി ചിലപ്പോൾ എന്നാ തോന്നിയത്? അടിപൊളി. നമ്മൾ തൊമ്മൻ കാണിക്കുന്നത് തന്നെ. പക്ഷെ നമ്മൾ കൈവായിട്ടാലും പുള്ളിനെ പതുക്കെ ഇരുന്ന് വരും. അപ്പോൾ ഞങ്ങളെന്നാ വന്നായിരുന്നു നോക്കട്ടെ കേട്ടോ. ഇനി നമ്മൾ മേടിക്കാൻ വന്ന സാധനത്തിനെ കാണിച്ചു തരാം കേട്ടോ. ചേട്ടനോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയ്ക്കകത്ത് കമന്റ് ചെയ്യാൻ പറയുന്ന ആൾക്കാരുടെ അടുത്ത് 22,000 കമന്റ് ആണ് വന്നത്. അതിനകത്ത് എനിക്ക് തോന്നുന്നത് 90% ആൾക്കാരും പറഞ്ഞ് അതിന് മേടിക്കാനായിട്ടാ. അപ്പം വിളിച്ചായിരുന്നോ? അവരെന്നാ പറഞ്ഞു? മേടിപ്പിക്കാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ മേടിക്കാൻ ആഗ്രഹമുണ്ട്, കാണാനായിട്ടുള്ളൊരു ഫീൽ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ സാധനത്തിനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ദൈവന്മാരെയാണ് ഇവിടെ മേടിക്കാൻ പോകുന്നത്. ഇതാണ് ചേട്ടാ ഒന്ന് പറഞ്ഞേ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. എനിക്ക് ഇതുവരെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. നമുക്കിതിൻ്റെ പേരറിയാം കംബോഡിയൻ സ്ക്വിറൽ എന്ന്. പക്ഷെ നമ്മൾ മേടിക്കുമ്പോഴേക്കും ഉറപ്പായിട്ടും കുറേ കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് തന്നെ പപ്പായ കഴിക്കും, മാങ്ങ കഴിക്കും, ഏത്തക്ക കഴിക്കും. ബേസിക്കലി നമുക്ക് എല്ലാ ഫ്രൂട്ട്സും കൊടുക്കാം. തേങ്ങയൊക്കെയോ? തേങ്ങ വേണം കൊടുക്കാം, തേങ്ങ കൊടുക്കാം, കരിക്ക് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ എണ്ണാൻ തരുന്ന എല്ലാം കൊടുക്കാം. കാര്യം ഞാൻ കച്ചിയൊക്കെ എടുത്തുകൊണ്ട് കൂടെ കെട്ടിക്കൊള്ളും. കാരണം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവർ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ബ്രീഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇവർ നമുക്കതിനെ റാപ്പ് ചെയ്ത് തരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും അമ്മയ്ക്കും മനസ്സിലാവും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കാര്യം ഇതിനെ കിളിക്കൂട്ടിൽ ഇടാൻ പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കിളികളെയൊക്കെ കടിക്കുമെന്ന്. അപ്പം ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നില്ല. ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, കടയിൽ ഇതുവരെ ആരും വന്നിട്ട് ഇങ്ങനെ സാധനത്തിന് മേടിച്ചിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടില്ല. അത് നമ്മൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്കിങ് ഏകദേശം ഫിനിഷായി. ഉറപ്പായിട്ട് ഇനിയിപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. നല്ല അടിപൊളി പാക്കിങ് ആണല്ലോ. ചേച്ചി ചേച്ചീനെ വല്ല പട്ടിക്കുഞ്ഞ് വരാമെന്ന് വിചാരിക്കുമോ? ചേച്ചി ഒത്തിരി നാളായിട്ടൊരു പട്ടീനെ മേടിക്കണം എന്ന് പറഞ്ഞോ. മിക്കവാറും ഒരു പട്ടിക്കുഞ്ഞ് അതൊക്കെ വിചാരിക്കുമായിരിക്കും.
അടിപൊളി. അങ്ങനെ നമ്മുടെ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. പെർഫെക്റ്റ് പാക്കിംഗ് ആണ് കേട്ടോ. ഇത് കണ്ടാൽ ഒരു രീതിയിലും മനസ്സിലാവത്തില്ല, നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടല്ലേ. കാരണം ഇവിടുന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു എനിക്ക് തോന്നുന്നില്ല ബേർഡാണോ കിളിയാണോ ഒന്നും ഒരിക്കലും ഗസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഈ സൈഡ് കൂടി അല്ലേ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ മതി. അത് നമുക്ക് തിരിച്ചു വെക്കാം വണ്ടിയിൽ. എന്നാൽ വണ്ടിയിലോട്ട് കയറ്റിയാലോ? അങ്ങനെ നമ്മൾ ഇവനെ എടുത്ത് വണ്ടിയിലോട്ട് കയറ്റാൻ വേണ്ടി പോകണം കേട്ടോ. നമുക്ക് പുറകിലോട്ട് വെക്കാം അല്ലേ? അവിടെ വെക്കാം. നമുക്ക് ആ സീറ്റ് ഒന്ന് മടക്കാൻ പറ്റുവാണെങ്കിൽ. ഇല്ലല്ലേ, ഞാൻ മടക്കാം. എന്നിട്ട് അങ്ങനെ നേരെ കയറ്റി വെച്ചാൽ മതിയല്ലോ. ഇത് പെട്ടെന്ന് കണ്ടാൽ ഒരിക്കലും മനസ്സിലാകത്തില്ലല്ലോ. ഇത് കണ്ടാൽ ഒരു രീതിയിലും പപ്പയ്ക്കും മമ്മിക്കും മനസ്സിലാകത്തില്ല. നമ്മുടെ അടുത്ത് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാൽ നമ്മൾ ഈ എക്സോട്ടിക് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നത് എവിടെ നിന്നാണ്. ഇത് കോട്ടയത്തെ ലൈവ് എക്സോട്ടിക് എന്ന് പറയുന്ന കടയാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവേ. നമുക്ക് അവർക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റിയൊരു ബോക്സ് വേണം. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം മേടിച്ച കോക്കറ്റയിൽ ഇത് മതി കേട്ടോ, ഈ ഒരു ബോക്സും. അപ്പോൾ നമ്മൾ 2 ബോക്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൈസ് മൊത്തം നമ്മൾ ബ്രീഡിംഗ് ബോക്സും നമ്മുടെ സ്ക്വിറലും എല്ലാം കൂടി എത്രയായിട്ടുണ്ട്? 3 കൂടി വരുമ്പോൾ 66,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ചേട്ടാ, താങ്ക് യു ചേട്ടാ. പോയേക്കോണേ. ഇങ്ങനത്തെ എന്താ സാധനമാണ് ഇവിടെ വെക്കാം, സീറ്റ് വെക്കാം. നമ്മൾ കേജ് ഇവിടെ വെക്കുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ പുറകിൽ വെച്ചാൽ കേജ് കണ്ടു കഴിഞ്ഞാൽ പപ്പയ്ക്കും മമ്മയ്ക്കും പിടി കിട്ടും. എന്തോ വലിയ സാധനമാണ്. അങ്ങനെ ആക്ച്വലി ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ പർച്ചേസാണ്. നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആ വീഡിയോയ്ക്ക് താഴെ ഒത്തിരി കമൻറ്റ് വന്നായിരുന്നു. ഒത്തിരി ആൾക്കാർ 65,000 രൂപ എന്ന് പറയുമ്പോഴേക്കും ഒത്തിരി കൂടുതലാണ്. ഞങ്ങൾക്ക് മേടിക്കണം എന്ന് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ കണ്ടായിരുന്നു ആ കമന്റ്. അങ്ങനെ അല്ലേ, ഭയങ്കര നമുക്ക് പൈസ ആയതുകൊണ്ട് എങ്ങനെയാ പറയുന്നത് എന്ന് വിചാരിച്ച് കമന്റ് ചെയ്ത് ഒത്തിരി പേരുണ്ട്. ഇതിനകത്ത് നമുക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു സബ്സ്ക്രൈബർ അങ്ങനെ ഒരു ഇത് റിലേഷൻഷിപ്പ് പോലെയല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവരും നമ്മളൊരു ഫാമിലി പോലെയാണ് കാണുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ആ ഒരു കാര്യത്തിൽ. ഇനി ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു തരാം. ഞാൻ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക്, നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന പൈസ നമ്മൾ 90% നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ തന്നെ 65,000 രൂപ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ കിട്ടുന്ന പൈസയാണ്. അത് ഞാൻ മൊത്തമായിട്ട് അങ്ങ് ചെയ്യുക. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനാവശ്യം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു ഓപ്ഷൻ വെക്കുവാണ്. ആൾക്കാർ 12 Pro മേടിക്കണോ മക്കാവിനെ മേടിക്കണോ എന്ന് ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും മക്കാവിനെ മേടിക്കത്തുള്ളത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ആൾക്കാർ വരുന്ന കമൻറ്റുകൾ, അതായത് സെമിനെ ഇതിനെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. അപ്പം അതിന് വേണ്ട സാധനങ്ങളായിരിക്കും നമ്മൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ മേടിച്ചിരിക്കും കേട്ടോ, ഉറപ്പായിട്ടും. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയിട്ട് മമ്മിയുടെയും പപ്പയുടെ റിയാക്ഷൻ നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ അല്ലേ എന്നാ നമ്മൾ മേടിച്ചു തന്നല്ലേ. നിങ്ങൾ പോയി കുളത്തിൽ കയറിയോ? ഇവരെ കൊണ്ട് കുളത്തിൽ കയറാം. അങ്കിളെ കണ്ടിട്ട് പോകുന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. ബാങ്കളെ കയറിയോ? നമ്മൾ ആദ്യം ഇവരെല്ലാം നമ്മൾ കൂടിനകത്ത് കയറി അടച്ചിടാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ സാധനത്തിന് എടുത്തുകൊണ്ട് വരുന്നത്. എല്ലാവരും കയറിക്കോളൂ, വരിയായിട്ട് കയറില്ലല്ലേ? അടച്ചോ. നമ്മൾ ഇവരെ കൂടിനകത്ത് ആക്കിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊയലാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മൊയലാണോ പ്രാവാണോ എന്നൊരു ചെറിയ സംശയം ഇല്ലാതില്ല. നമുക്ക് എന്താണല്ലോ എടുത്തുകൊണ്ടോ ഞെട്ടു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അല്ലേ എല്ലാവർക്കും അവർ വിശ്വസിച്ചു. കാരണം അവള് സീക്രട്ട് ആയിട്ട് എന്താ കണ്ടുപിടിച്ചെന്ന് കണ്ട പോലെ തോന്നി. പക്ഷെ അനങ്ങാതിരിക്കുന്ന ഒരു കാര്യമൊക്കെ വെച്ചിട്ടാണ് മൊയലാണ്. കാരണം മൊയലിനെ പിടിക്കാൻ നമ്മളിങ്ങനെ വീട്ടിൽ പറയുകയും ചെയ്യുന്നത് പ്രാവിന്. അപ്പോൾ ആക്ച്വലി അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എങ്ങനെ റിലീസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അത് എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് എടുക്കുവാണ് കേട്ടോ. ഇത് ഈ സൈഡിലാണ് ഓപ്പണിങ്. ഇത് കണ്ടോ, ഈ സൈഡിലാണ് ഓപ്പണിങ്. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പോൾ ഓൾ സെറ്റാണ്. ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്ന കാര്യം വെച്ചാൽ ഇത് ഉണ്ടോ, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കാണും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. തൊമ്മനെ കാണിച്ചു കൊടുത്തേ. തൊമ്മനെയും കൊണ്ടുപോവാണ്. തൊമ്മ, നിനക്ക് അടുത്ത ഫ്രണ്ട്സ് വന്നടാ, ന്യൂ ഫ്രണ്ട്സ്. ബാ. യോ, എന്നാ കനമാണോ ഇത് മൊയലിന്? ഇത് തുറന്നേ അപ്പുറത്തേക്ക് എങ്ങാനും ചാടി വന്ന് നിങ്ങൾ ആക്രമിക്കോ? വേണ്ട സഹായിക്കണ്ട. ഇപ്പം സഹായിക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര വെള്ളത്തിലോട്ട് കാര്യം പോവോ? നമ്മളപ്പോൾ അവരെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതേ തൊമ്മനെ എടുക്കുവാണ്. തൊമ്മ വന്നേ. ഗുഡ് ബോയ്. കുളിപ്പിച്ചോ? തൊമ്മൻ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. തൊമ്മൻ്റെ കളർ നോക്കി. ഇന്ന് എല്ലാവരും കുളിച്ചെന്ന് പറഞ്ഞു തൊമ്മ. കുളിച്ചുകൊണ്ട് തൊമ്മൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നു. തൊമ്മ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ. ബാക്കി കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ, റെഡിയാണോ? ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോണേ. തൊമ്മ നീ എവിടെ നിന്ന് കണ്ടോ കേട്ടോ. ഓപ്പൺ ചെയ്യട്ടെ? ഇങ്ങനെ പൊക്കാൻ പറ്റുമോ? അടി, നീ ജസ്റ്റ് അടിയൊന്ന് പിടിച്ചടി. ഇതിന്റെ പേരാണ് കംബോഡിയൻ സ്ക്വിറൽ. ഇല്ല, ഇവര് ഇതൊന്നും നമ്മുടെ സാധാരണ അണ്ണാനെ പോലെ തന്നെ. ഈ കറുത്ത കണ്ടോ, ഇവൻ വെള്ളയാണ് മെയില്, ഇവൻ ഫീമെയില്. പിന്നെ ഉണ്ടല്ലോ ഇവര് നമ്മൾ കൊടുക്കുന്ന എല്ലാം കഴിച്ചോളും. അത്യാവശ്യം നമ്മൾ കയ്യിൽ നിന്ന് തീറ്റ വെച്ച് മേടിച്ചാൽ കയ്യിൽ നിന്ന് മേടിച്ചോളും. എന്നാൽ പിടിക്കാൻ പാടില്ല, പിടിച്ചാൽ ചിലപ്പോൾ കടിക്കും. ഇത് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടായ കുഞ്ഞുങ്ങൾ ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഒരു കുഞ്ഞിനെ അവർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു, പൈസ തരാന്ന് പറഞ്ഞു. തൊമ്മ ഓക്കെ. അപ്പോൾ ഇതിന്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും 68,000 രൂപയാണ് നമുക്ക് ഇതിന്റെ എല്ലാം കൂടെ.
അതായത് 2 സ്ക്യൂറൽ, അതിന്റെ 2 ബ്രീഡിംഗ് ബോക്സും കൂടെ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്താലോ. ഇതിനെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കും വലിയ ഐഡിയ ഇല്ല. കാരണം ഇവർ വെള്ളത്തിൽ പോകാൻ ചാൻസ്, വെള്ളത്തിൽ പോകാൻ നീന്തുന്നാണ് പറഞ്ഞത്. തുറന്നു വിടാൻ വേണ്ടി പോകണം കേട്ടോ, തുറന്നു വിടാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മൾ വാതിൽ ഇങ്ങോട്ട് തിരിച്ച് വെക്കുവാണ്. ജിനോവാസിൻ്റെ കൂട് തുറന്നു വെക്കാൻ വേണ്ടി പോകണേ. അങ്ങനെ തുറന്ന് വെച്ച് കഴിയുമ്പോഴേക്ക് ജിനോവാസിൻ്റെ മേളിലേക്ക് ഒറ്റ ചാട്ടം. ദേ ജിനോവാസി തുറന്ന് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് മാറിക്കും. ദേ ഗൈസ്, അവർ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരെ നമ്മൾ തുറന്ന്, അവർക്ക് അറിയത്തില്ല കേട്ടോ. കാരണം ഇതുങ്ങളൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായപ്പോൾ തൊട്ട് ഈ കൂട്ടിലായിരിക്കും. ഇത്ര വലിയ കൂടി ഇവർ കണ്ടു കാണത്തില്ല. ഓ ഗൈസ്, അവൻ ജിനോവാസിനെ കണ്ടോട്ട് ജിനോവാസിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. ഇറങ്ങി ഗൈസ്, ഒരാൾ ഇറങ്ങി. അയ്യോ, ഇറങ്ങിയിട്ട് തിരിച്ച് കയറുവാണ് കേട്ടോ. ഒരുത്തൻ പോയിട്ടുണ്ട്. ദേ ഓ ഗൈസ്, വെൽക്കം ടു ന്യൂ ഹോം ബേബി. ദേ ഇവന് പേരിടണം കേട്ടോ, നമുക്ക് പേരിടാം. അത് ഫീമെയിൽ. എടാ ഇറങ്ങടാ. ഇവന് ഇവിടെ ഇരിപ്പുണ്ട്. മറ്റവൻ ദേ ഇവിടെ ഇരുന്ന് അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവൻ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ഇവളെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇവനേതാ, ഇവളേതാ? ഇത് ഇവള്, ഇത് ഇവൻ. പപ്പ ഇത്രയും വലിയ ഓ പപ്പ ഇറക്കി. പപ്പ അണ്ണാൻ എക്സ്പെർട്ട്. പപ്പ കൊച്ചിലെ വളർത്തിയിട്ടല്ലോ അണ്ണാനെ കുഞ്ഞിലെ. എടാ ചെറുക്കാ എന്നാടാ. അവിടെ ഇവന് അങ്ങനെ പേടിയൊന്നുമില്ല. എടാ ഇതുണ്ടേ, ആണ്ടേ സൂപ്പർ. ഇതുണ്ടോ, പിടിക്കാൻ പറ്റും, കുഴപ്പമില്ല. അവനങ്ങനെ അഗ്രസീവ് ഒന്നുമില്ല. ഇതുണ്ടോ, അവിടെ ഒരുത്തിനെ എടുത്ത് കഴിക്കുകയാണ്. അവൻ്റെ വായിലൊക്കെ ഇതുണ്ടോ, കവളയിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ് സാധനം. അവനെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റവൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൻ്റെ മരത്തിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, ഇതാണ് ഇവന്മാരുടെ കൂട് കേട്ടോ. ഇത് നമ്മുടെ കോക്കറ്റയിലുള്ള കൂട്. ഇതാണ് നമ്മുടെ അണ്ണാൻ്റെ കൂട്. കൂട് വെച്ചാൽ ഉടനെ ഇവന്മാർ ബ്രീഡ് ആകുമായിരിക്കും. അതൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അണ്ണാൻ കൂട് കൂട്ടുന്നതും കുഞ്ഞുങ്ങളുണ്ടാകുന്നതും എല്ലാം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ഈ ആപ്പിൾ കൊടുത്തു നോക്കാം. ഇത് പിടിച്ചേ. എന്നാടാ എന്നാ ആപ്പിൾ അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഓ നമുക്കുണ്ടല്ലോ ഏതെങ്കിലും സിനിമയ്ക്കകത്ത് ക്യാരക്ടേഴ്സിന്റെ പേര് ബോബനും മോളി. ഓ അത് കോൺടെസ്റ്റ് ആയിരുന്നു. നമ്മളപ്പോൾ പേര് ഫിക്സ് ആയിട്ടുണ്ട്, ബോബനും മോളിയും കേട്ടോ. അത് ഭയങ്കര ഒന്നാമത്തെ കാര്യം, മലയാളികൾക്ക് നമ്മളൊക്കെ വായിച്ചു വളർന്ന സാധനം. പിന്നെ വേറെ കാര്യം, ആണും പെണ്ണുമാണ്. ഇത് നമ്മുടെ മോളിയാണ് കേട്ടോ. ഈ മോളിയല്ല, ഇത് മോളി മോളാണ്. ഇത് ഞങ്ങളുടെ മോളി ആൻറ്റിയാണ്. ഇത് നമ്മുടെ മോളി ബോബൻ ആണ്ടിരിക്കുന്നത് വേണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. കാര്യം എല്ലാവരും റെഡി ആയിട്ട് നിങ്ങൾ നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇസ്മി സെബിൻ സിറിയക്. അപ്പോൾ നമ്മുടെ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. നമുക്ക് അണ്ണാ മുട്ട ഇടുവാണോ? അപ്പൊ എല്ലാവരും കൂടെ നിന്നോട്ടോ. കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടി. പാൻഡിൽ അലക്കിയിട്ടേക്ക് വരും. ഇവിടെ ബാബാ, ഇവിടെ നിൽക്ക്. ബാബാ. അപ്പൊ എന്താണല്ലോ ഇതിനെ പൊട്ടിക്കുന്നതിന് മുമ്പ്, അപ്പൊ എന്താണ് നിങ്ങൾ ഇതിനെ പൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോയി കണ്ടിട്ടോ എന്താണ് മേടിച്ചതെന്ന്.